വരുന്ന വഴിക്ക് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ആറ്റുമുല്ല ഇഷ്ടം പോലെ പൂത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെയൊക്കെ ഈ ഒരു പൂവിന് എന്താണ് പേരെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. കാട് പോലെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലൊക്കെയാണ് റോഡിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വരമ്പിലൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ ചെറിയൊരു വീഡിയോ എടുത്ത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുല്ലെടുക്കണം. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഒത്തിരി അധികം ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെയാണ്, നേരത്തെയൊക്കെ കണ്ടിന്യൂ ആയിട്ടൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കേശും കൂടെ വന്നതിനെ കൊണ്ട് നമുക്ക് രാവിലെ തന്നെ ഇച്ചിരി ജോലിയുണ്ട് കേട്ടോ. കാരണം കേശുവിനുള്ള പുല്ല് നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഈ ഒരു ഇടത് സൈഡിലുള്ള പുല്ല് നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ വന്ന് ഞാനും മോളും കൂടെ വന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പുല്ലിറക്കാൻ വന്നത് ഇച്ചിരി വെളുപ്പം കാലത്തായിരുന്നു കേട്ടോ. അന്ന് മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ അന്ന് ക്ലാസ്സിന് പോകുന്ന സമയത്ത് നമ്മൾ വെളുപ്പിനെ ഇറങ്ങി വരും കേട്ടോ. പക്ഷേ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് കാരണം നമ്മളെ മെയിൻ റോഡിൻ്റെ തൊട്ടടുത്തുള്ള റോഡാണ് കേട്ടോ. നമുക്ക് പിന്നെ നാണക്കേടൊന്നുമില്ല പുല്ലിറക്കാനായിട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആരെങ്കിലും കാണും, അല്ലെങ്കിൽ വണ്ടിക്കാരൊക്കെ പോകുന്നതല്ലേ, പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ഇതൊക്കെ മറച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ഭയങ്കര കെട്ടിടങ്ങളൊക്കെ വരാനും അങ്ങനെയുള്ള പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മളെ റോഡിൻ്റെ തൊട്ടടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് മഹാദേവേശ്വരൻ ചന്തയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നാണക്കേടൊന്നും ഇല്ല. നമുക്ക് നേരത്തേക്ക് ആടും കോഴിയൊക്കെ ഉള്ളതിനെ കൊണ്ട് ആട്ടിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പുല്ലിറക്കാനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പുല്ലിറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഇച്ചിരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ കാണുന്നത് കണ്ട. അപ്പോൾ അങ്ങേ അറ്റത്താണ് കേട്ടോ നമുക്കുള്ള ചന്തയൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് മീനും എല്ലാം മേടിക്കാൻ പറ്റും കണ്ട. അതൊക്കെ ബസ് പോകുന്ന റൂട്ടാണ് ആ ഒരു സൈഡിൽ കേട്ടോ. കാരണം നമുക്ക് അത്ര വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കുറുക്കിനുള്ള ഒരു റോഡാണ് കേട്ടോ. ഇതുവഴി ഇഷ്ടംപോലെ വണ്ടിയും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നേരം വെളുത്ത് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ജോലിക്കാരൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്കൂൾ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ പോകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുല്ലൊക്കെ അറുത്തെടുക്കണം. അപ്പോൾ എന്തായാലും പുല്ലെല്ലാം അറുത്തെടുക്കട്ടെ. പിന്നെ നമ്മളെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ കേശു ഉള്ളതിനെ കൊണ്ട് കേശുവിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ നമ്മളെ കുക്കിങ്, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് നമ്മളെ വീഡിയോ നേരത്തെ കാണുന്നവർക്ക് അറിയാം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളു. അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പുല്ലുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അത്ര സേഫ് അല്ല എനിക്കറിയാം. കാരണം നമ്മൾ പുല്ലിറക്കുമ്പോഴത്തേക്ക് കാരണം എന്തെങ്കിലും കിടക്കുമോ, തണുപ്പും നല്ല തണുപ്പുണ്ട്. കാരണം അവിടെ തോടുണ്ട് കേട്ടോ, കുഴിയാണ് ആ പോസ്റ്റിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര സേഫൊന്നും അല്ല കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ പിന്നെ ഈ കയ്യിലിരിക്കുന്ന കത്തി വെച്ചിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അറുത്തൊക്കെ എടുക്കുന്നത്. ഇവിടെ ഇച്ചിരി കുറച്ച് പുല്ലുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. പോയി ഒരുവിധമുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ അറുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു റോഡിൻ്റെ സൈഡിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി അധികം ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് പോത്തിനെയൊക്കെ വളർത്തുന്നതിനെ കൊണ്ട് വന്ന് കട്ട് ചെയ്തുകൊണ്ട് പോവാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പൂ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് മോള് പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കുവാണ് ഇവിടെ പുല്ലെടുക്കാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന്. കാരണം ഈ ഒരു പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഒരുപാട് സ്ഥലത്തും ഒത്തിരി കാട് പോലെ പിടിച്ച് കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ നമ്മളിതിലെ പോയതിനെ കൊണ്ട് എനിക്ക് മൃഗാശുപത്രിയിലൊന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കാണ് ഇവിടെ ഇത്രയും പുല്ല് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പുല്ലില്ലാത്തപ്പോഴത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പുറത്ത്, അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഒരുപാട് ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. പോയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങോട്ട് അധികം അങ്ങനെ പോകേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാം അങ്ങ് വയലിലോട്ട് ഇറങ്ങണം, പിന്നെ അങ്ങ് ഉള്ളിലോട്ട്, പിന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാതെ പിന്നെ ഇങ്ങ് ഇപ്പുറത്തോട്ടുള്ള റോഡിലോട്ട് മാറിയത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇവിടെ ഇത്തിരി കുറച്ച് പുല്ലൊക്കെ കൊണ്ട് കുറച്ച് ദിവസത്തേക്കുള്ളത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഒരുപാട് പേരും അറക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്നിടത്തോളം അവർക്കും കൊടുക്കണോ, നമുക്കും വേണമല്ലോ, എല്ലാവർക്കും വേണമല്ലോ. പിന്നെ നമ്മളെ കേശുവെന്ന് പറയുമ്പോഴത്തേക്ക് അവന് വിശപ്പ് എങ്ങനെയാണ്, പിന്നെ അവന് എപ്പോഴാണെന്നുള്ള കാര്യങ്ങളും നമ്മളെല്ലാം അവൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാം, നമുക്കറിയാമല്ലോ കാര്യങ്ങൾ. പക്ഷേ പിന്നെ ഹാപ്പിക്കാണെങ്കിൽ ഫുഡ് കറക്റ്റ് ടൈമിലൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾക്കുള്ള വിശപ്പും കാര്യങ്ങളും അവൾക്ക് എങ്ങനെയാണ് കൊടുക്കാനുള്ള രീതി കാര്യങ്ങളൊക്കെ അറിയാം. ആദ്യമായിട്ട് ഈ പോത്തിനെ വളർത്തുന്നതിനെ കൊണ്ട് എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ആട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അറിയാം കേട്ടോ. ആട്ടിൻ്റെയും കോഴിയുടെയും അങ്ങനെയൊക്കെ ഇതിനെയൊക്കെ രണ്ടിനെയും ഇഷ്ടം പോലെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ അറിയാം. പോത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ച് വരുന്നതേ കൊണ്ട് സമയത്ത് അവന് വയറ് നിറച്ച് പുല്ലും ഇതൊക്കെ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിണ്ണാക്ക് കുടിക്കാനാണ് ഇച്ചിരി പാടേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പിണ്ണാക്ക് കുടിക്കും. കാരണം അവിടെ ഇത് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന പോത്തല്ലേ. അപ്പോൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന പോത്തിന്
പിന്നെ അത് വെള്ളം കുടിച്ച് കിടക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇവിടെ ആയിട്ട് ഒന്ന് സെറ്റായി ഒന്ന് നമ്മളുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ശരിക്കും പുല്ലെന്തോ കഴിക്കും. ഇപ്പോൾ ചക്ക മടലൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുല്ല് കണ്ടമാനം നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്നൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ വാഴപ്പിണ്ടി കഴിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇവനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫുഡ് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വാഴപ്പിണ്ടി തന്നെ കുറച്ച് ദിവസം കൊടുത്തു. ശരിക്കും ഇപ്പം ഈ വെയിലൊക്കെ ഉള്ളതിനെ കൊണ്ട് കൊലയൊക്കെ ഒടിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ പിഞ്ച് ചെറിയ പൊട്ടുകൊലയും ഇതൊക്കെ അപ്പുറത്തു നിന്നൊക്കെ തരും അമ്മാമ്മയൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെട്ടിയൊക്കെ ഇട്ട് കൊടുത്തു. കുറേ ദിവസം അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് അവന് പിന്നെ ഭയങ്കര മാറ്റം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പിന്നെ വേണ്ട, കുറച്ച് കഴിക്കും പിന്നെ വേണ്ട, അങ്ങനെയൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ ആണെങ്കിൽ വന്ന് പുല്ലെടുക്കാനായിട്ട് ഒത്തിരി കഴിഞ്ഞ് ഭയങ്കര വെയിലുമാണ്. ഈ റോഡിൽ ഭയങ്കര തിരക്കുമാണ് കേട്ടോ. എപ്പോഴും വണ്ടികളൊക്കെ പോകുന്നതിനെ കൊണ്ട് സ്കൂൾ ബസ്സാണെങ്കിലും പിന്നെ മീൻ വണ്ടി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും എപ്പോഴും, കാരണം നമ്മളെ ജംഗ്ഷനിൽ കൂടെ പോകുന്ന ഒരുവിധമുള്ള ഒരുപാട് വണ്ടികളും കുറുക്കിന് ഇതുവഴി കയറിപ്പോവും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ പല കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടി പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇതുവഴി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജംഗ്ഷനിൽ ചേർന്നാണല്ലോ ഇത്, അപ്പുറം ഇപ്പുറമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാലത്തെ വന്നിട്ട് പുല്ലിറക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുല്ലിറക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, കാരണം തണുപ്പൊക്കെയാണ്. അപ്പോൾ ഇതിലേ പോയപ്പോൾ തന്നെ നമ്മൾ പിന്നെ പാലൊക്കെ കൊണ്ട് തരുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതുപോലെ ശ്രദ്ധിക്കണം, പിന്നെ പുല്ലിറക്കാനൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് തണുപ്പൊക്കെയാണ്, ഇവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ നിൽക്കാവോ, ആൾക്കാർ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നതിനെ കൊണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വന്ന് അവിടെയൊക്കെ നല്ല കുഴിയാണ്. കുഴി എന്ന് പറയുമ്പോൾ തോടാണ് കേട്ടോ, ഇങ്ങോട്ട് തോട് ഇല്ല, അവിടെയൊക്കെ മണ്ണിട്ട് അടച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മളിനിയിപ്പോൾ കുറച്ചും കൂടെയൊക്കെ അറുത്തിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കയറിപ്പോകണം. കൊച്ചിന് ഇനിയിപ്പോൾ പോകണമല്ലോ, മോനെ വിളിച്ചുണർത്തണം ചെന്നിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങോട്ട് നോണ്ട ഇവിടെയൊക്കെ കിടക്കുന്ന ഈ വേസ്റ്റൊക്കെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നതെന്ന് വെച്ചാൽ അറിയാൻ വയ്യേട്ടാ. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടിടുന്നതിനെ കൊണ്ടാണ് ആൾക്കാർക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെ, അതുപോലെ വണ്ടിയിലൊക്കെ പോകുന്നവർക്കൊക്കെ പിന്നെ പന്നിയൊക്കെ ഇറങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടിടുന്നതിനെ കൊണ്ടാണ്. അത് ആൾക്കാർ തന്നെയാണ്, മനുഷ്യൻ തന്നെയാണല്ലോ ഇതൊക്കെ എല്ലാം കാണിച്ച് വയ്ക്കുന്നത്. ഒരുപാട് വേസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്. കാട് കിടക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ടൊക്കെ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് കിടക്കുമ്പോൾ ആരും അറിയത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇഴജന്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ വന്ന് നമ്മളെപ്പോലെ നമ്മളെപ്പോഴല്ലേ വന്നെന്ന് പറയാം. അല്ലാതെയൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് പേരും പോത്തിനെയൊക്കെ വളർത്തും, മറ്റുള്ള പിന്നെ പശുവിനായാലും അങ്ങനെയൊക്കെ തോലൊടിക്കാനൊക്കെ വരുന്നതിനെ കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ എന്തായാലും കുറച്ചൊക്കെ അറുത്തെടുത്ത്, ചാക്കെടുത്തില്ല, ചാക്ക് നമ്മളെ കയ്യിൽ നിന്ന് ചള്ളായിപ്പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ പുല്ലറുത്തിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് റോഡെ വലിച്ചടിച്ച് കൊണ്ടുപോയി. ഒരു കെട്ട് പുല്ല് തലയിലും കയ്യിലും ഒക്കെ ആയിട്ട് ചാക്ക് വലിച്ചടിച്ച് കൊണ്ടാൻ വയ്യ, കയറ്റം കയറാൻ വയ്യായിരുന്നു. അങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് പിന്നെ അത് മൊത്തത്തിൽ അങ്ങ് കീറിപ്പോയായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ചാക്കെടുത്തില്ല, വാഴവള്ളി എടുത്തൊന്നും. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ കെട്ടിവെച്ച് തലയിൽ ചുമന്നുകൊണ്ട് പോകാനേ പറ്റുള്ളൂ കേട്ടോ. പുല്ല് മോളെടുത്തൊന്ന് പോകും, കാരണം ഞാൻ അറുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്നെ കൊണ്ട് തലയിൽ വെക്കാൻ പറ്റത്തില്ല, കാരണം ഈ മൈഗ്രീനെ കൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ തല അനക്കാൻ വയ്യ. വന്നിങ്ങനെ നമ്മൾ ഈ പുല്ലിറക്കി ഇടയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പൂവ്, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. എന്ത് കളറെന്നറിയാമോ? ഇത് ഞാൻ അറുക്കണമെന്നറിയാം. അവൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൊണ്ടുവന്ന് അവന് വെട്ടിയിട്ട് കൊടുക്കാം. ഇതൊരു സാമ്പിളായിട്ട് ഞാൻ എടുക്കുവാണ് കേട്ടോ. ഞാൻ കൊച്ചിനെടുത്ത് പറഞ്ഞ് നമുക്ക് ഇത് ഇച്ചിരി ഒന്ന് എടുത്ത് നോക്കാം, കഴിക്കുവാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വലിച്ച് ഇതിനെ അറുത്തൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തായാലും കുറച്ച് ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഈ ഒരു പുല്ലുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മളിപ്പോൾ രാവിലെ കുറച്ച് അവനങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉച്ചയ്ക്കും കൂടി ഇട്ട് കൊടുക്കും. ഉച്ചയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കും. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മളിവിടെ അടുത്ത് അമ്മാമ്മയിലേക്ക് അവിടെ പോയാൽ ഇവിടെ അടുത്ത് പുല്ല് കൊണ്ടിടും. പിണ്ണാക്കും കൂടി കഴിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് പാടില്ല. ചക്ക മടലൊക്കെ കഴിച്ചിട്ടുണ്ട്, ചക്ക മടലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറത്ത് ചേച്ചിയൊക്കെ തന്നിട്ട് കഴിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പുല്ലൊക്കെ അറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ബാക്കിലോട്ടൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് കയറി പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിലും അല്ലാതെ നമ്മൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് പേരും പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ആക്കുന്നത്, അതൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കേശുവിൻ്റെ വിശേഷങ്ങൾ, നമ്മളത് ഇതൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്കും ഒക്കെ സുഖം തന്നെ, അസുഖം തന്നെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേശുവിന് ഞാൻ കൊണ്ടുവന്ന പൂവ് പിന്നെ നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ അവ ഇത് പൊന്നുപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവന് കാണാൻ വേണ്ടി കൊടുത്തതായിരുന്നു, അത് കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നമ്മളെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ, കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വേണ്ട ഈ ഒരു പൂവും കൂടെ ഞാൻ അവന് വെച്ച് നീട്ടിയതായിരുന്നു, പക്ഷെ അതും അവൻ എൻ്റെ മേടിച്ച് തന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാമേ.